ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 10. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു വഴികളിലൂടെ കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവരുടെ സ്വരം കേൾക്കുന്നു. അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. തനിക്കുള്ളതിനെയെല്ലാം പുറത്തേക്ക് വിട്ടിട്ട് അവൻ അവയ്ക്ക് മുൻപേ നടക്കുന്നു. അവന്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. അവ ഒരിക്കലും അപരിചിതരെ അനുഗമിക്കുകയില്ല. അന്യരുടെ സ്വരം അറിയാത്തതിനാൽ അവ അവരിൽ നിന്ന് ഓടി അകലും. യേശു അവരോട് ഈ ഉപമ പറഞ്ഞു. എന്നാൽ യേശു തങ്ങളോട് പറഞ്ഞത് എന്ത് എന്ന് അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ആടുകൾ അവരെ ശ്രവിച്ചില്ല. ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്ത് വരികയും പുറത്തേക്ക് പോവുകയും മേച്ചസ്ഥലം കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ഇടയ ദൗത്യം ധ്യാനിക്കാം. നാം എല്ലാവരും ഇടയ ദൗത്യമായി ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവരാണ്. ലോകത്തിന്റെ യഥാർത്ഥ ഇടയനായ ക്രിസ്തു ഈ ദിനം ഇടയന്റെ നന്മകളും ഗുണങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇടയൻ ആടുകളെ അറിയുന്നവനാണ്, പേര് ചൊല്ലി വിളിക്കുന്നവനാണ്. ഇടയന് അവരുടെ സ്വരമറിയാം, അവയ്ക്ക് ഇടയൻ്റേതും. ഇത് ഒരു ബന്ധമാണ്. ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട ആത്മീയ ബന്ധത്തെയും ഇടയനും ആട്ടിൻപറ്റവും തമ്മിലുള്ള ആത്മീയ ബന്ധമായി നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്. പരസ്പരം അറിയുക, ആ അറിവിലൂടെ പൂർണ്ണമായി മനസ്സിലാക്കുക, മനസ്സിലാകുന്നതിലൂടെ കൂടുതൽ സ്നേഹിക്കുക, ആ സ്നേഹത്തിൽ പിന്നെ കൂടുതൽ ആഴപ്പെടുകയും നിലനിൽക്കുകയും ചെയ്യുക. സത്യത്തിൽ നല്ലിടയന്റെ ഉപമയിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുന്ന നന്മയുടെ പാഠവും ഇതുതന്നെയാണ്. യേശു പറയുന്നു, ഞാനാണ് യഥാർത്ഥ ഇടയൻ, ഞാനാണ് ആടുകളുടെ വാതിൽ. ക്രിസ്തുവാകുന്ന വാതിലൂടെ മാത്രമേ പിതാവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയൂ. കൊല്ലുവാനും മോഷ്ടിപ്പിക്കാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. യേശു വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനാണ്. യേശുവിൻ്റെ സമൃദ്ധമായ ജീവിതത്തിൽ നാം ഭാഗഭാക്കാകണമെങ്കിൽ നമുക്കും ഒരു ഇടയന്റെ മനസ്സോടെ ഈ പുണ്യഭൂമിയിൽ വ്യാപരിക്കാനാകണം. നമ്മുടെ വാക്കും പ്രവൃത്തിയും ലാളിത്യമുള്ളതാകണം. ക്രിസ്തുവാകുന്ന ഇടയന്റെ മനസ്സ് സ്വന്തമാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ അജഗണത്തെ നയിക്കുവാൻ ബലമുണ്ടാകുക. നാശത്തിൻ്റെയും തിന്മയുടെയും അസ്വസ്ഥതയുടെയും ബന്ധനത്തിൻ്റെയും ഈ കാലഘട്ടത്തിൽ നാം സത്യത്തിന് സാക്ഷികളായി നീതിയോടുകൂടി നിലകൊള്ളുവാനും വിശ്വസ്തയോടുകൂടി അജഗണങ്ങളെ നയിക്കുവാനും കടപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥ ഇടയൻ ആടുകൾക്ക് മുൻപേ നടക്കുന്നു. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആദ്യം തരണം ചെയ്യേണ്ടത് ഇടയനാണ്. ഇടയൻ പ്രതിസന്ധിയിലായാൽ മാത്രമേ അത് ആടുകളെ ബാധിക്കുകയുള്ളൂ. ഇടയൻ സുരക്ഷിതനെങ്കിൽ ആട്ടിൻപറ്റവും സുരക്ഷിതമായിരിക്കും. യഥാർത്ഥത്തിൽ മുൻപേ നടക്കുന്ന ഇടയൻ
ജീവൻ പരിത്യജിക്കുവാൻ മനസ്സായിട്ടാണ് മുന്നോട്ട് നടക്കുക. കാരണം ഏതൊരു പ്രതിസന്ധിയും ആക്രമണവും വന്യജീവികളുടെ ഇടപെടലുകളും ഉണ്ടാവുക ഇടയനാണ്. ഇടയൻ തീർച്ചയായും ജീവൻ ഹോമിച്ചുകൊണ്ട് തൻ്റെ അജഗണത്തെ അഥവാ ആട്ടിൻപറ്റത്തെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന ഉറപ്പ്, ബോധ്യം, വിശ്വാസം അത് നൽകപ്പെടുന്നു. അജഗണങ്ങൾക്ക് ഇടയനുള്ള വിശ്വാസമാണ് അനുഗമിക്കുവാൻ ബലം നൽകുന്നത്. അതെ, ക്രിസ്തുവാകുന്ന നല്ലിടയനിൽ നാം അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം ഏറെ ആത്മീയത നിറഞ്ഞതാണ്. ആ വിശ്വാസത്തിന്റെ ആഴവും കരുതലും സ്നേഹവും നന്മയും നാം എത്രമാത്രം ആഴത്തിൽ അനുഭവിക്കുന്നുവോ അത്രയും സ്നേഹത്തോടെ അവിടുത്തെ അനുധാവനം ചെയ്യുവാൻ നമുക്ക് സാധ്യമാകും. നല്ലിടയനായ ക്രിസ്തുനാഥൻ നമുക്ക് മുൻപേ നടക്കുന്നുണ്ട്. അതെ, ജീവിതത്തിന്റെ എല്ലാ ദുരന്ത വഴികളിലും അവൻ നമ്മെ വിട്ടുകൊടുക്കാതെ, തിന്മയ്ക്കും പാപത്തിനും അന്ധകാരത്തിനും വിട്ടുകൊടുക്കാതെ അവൻ നമ്മെ കൃപയോടുകൂടി ഏറ്റെടുത്തു. പാപത്തിന്റെ ദുരനുഭവത്തിൽ വീണു പോകാതിരിക്കാൻ നമുക്ക് വേണ്ടി നമുക്ക് മുമ്പേ അവൻ തൻ്റെ ജീവരക്തം നൽകി നമ്മെ സംരക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്തു. നാം പാപത്തിൽ മൃതരാകാതിരിക്കേണ്ടതിന് ക്രിസ്തു നമുക്ക് വേണ്ടി പാപമായി. അവൻ നമ്മുടെ പാപം ഏറ്റെടുത്ത് കാൽവരി യാഗത്തിലൂടെ യഥാർത്ഥ ഇടയന്റെ മനസ്സ് ലോകത്തിന് വെളിപ്പെടുത്തി. സത്യത്തിൽ ക്രിസ്തു നമുക്കായി ജീവൻ ഹോമിച്ചുകൊണ്ട് നമ്മെ തൻ്റെ അജഗണത്തിൻ്റെ കൃപയുടെ മഹത്വത്തിലേക്ക് നയിച്ചു. ആകയാൽ പ്രിയ ദൈവമക്കളെ, നമുക്കും ഈ ഇടയന്റെ കൃപയുടെ മാർഗം സ്വന്തമാക്കിക്കൊണ്ട് ലോകത്തിന് യഥാർത്ഥ ഇടയധർമ്മം പകരാനും പങ്കുവയ്ക്കുവാനും നമ്മെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏതൊരു പ്രതിസന്ധിയിലും ഇടയനെ വിട്ടുപോകാത്ത അജഗണമായി നിലകൊള്ളാൻ നമ്മെ ശക്തിപ്പെടുത്തണമേ എന്ന് ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹവാൻ ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ